ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മുഫീദ നൗഫൽ ഫ്രം മൈ ഫാഷൻ. ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഫുൾ സർക്കിളിൽ കട്ട് ചെയ്തിട്ടുള്ള സ്കേർട്ടിങ് പോർഷനിലേക്ക് എങ്ങനെയാണ് കൺകൻ നെറ്റ് അല്ലെങ്കിൽ ഹോഴ്സ് ബ്രെയ്ഡ് നെറ്റ്, ബോണിങ് നെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതെന്നുള്ളത്. സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമല്ല, അതിൻ്റെ എഡ്ജസ് എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ചസ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസും ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, വാച്ച് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഫുൾ സർക്കിൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. വേസ്റ്റിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ ഫ്ലെയർ വേണ്ടവർ, എക്സ്ട്രാ ഫ്രില്ലൊക്കെ വേണ്ടവർ എക്സ്ട്രാ എടുക്കാം, ഫാബ്രിക്സ് എടുക്കാം. പിന്നെ നമുക്ക് ബോണിങ് നെറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ സൈഡിലായിട്ടാണ് കേട്ടോ, എഡ്ജസിലൂടെയാണ് ഫസ്റ്റ് നല്ല വശത്ത്, ഫാബ്രിക്സിൻ്റെ നല്ല വശത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ എഡ്ജസ് അതുണ്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് തന്നെ രണ്ടാമത്തെ എത്തുന്ന ടൈമിൽ നമ്മൾ ഓവർലാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഫാബ്രിക്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്യരുത്. നമ്മൾ ബോണിങ് നെറ്റൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് അഴിച്ചെടുക്കുന്നത് കേട്ടോ. ആ സ്റ്റിച്ച് അഴിച്ചെടുക്കുന്ന സമയത്ത് എൻ്റെ ബോണിങ് നെറ്റ് ഒന്ന് കുറച്ച് ഉടഞ്ഞു പോയിട്ടുണ്ട്, അതായത് ഫാബ്രിക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. പിന്നെ ചില ആൾക്കാർ ഇതുപോലെ ചെയ്യാറുണ്ട്, ഫാബ്രിക്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫാബ്രിക്സിനെ കൊണ്ടുതന്നെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ചസ് ഒക്കെ പുറത്ത് കാണും, ഫ്രോക്കിൻ്റെ ഒക്കെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോപ്പ് ആവുന്നൊരു രീതിയാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിന്ന് കുറച്ച് ഭാഗം എക്സ്ട്രാ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി. വെറുതെ അങ്ങനെ അയൺ ചെയ്താലൊന്നും ഫാബ്രിക്സ് സെറ്റ് ആവില്ല കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. നമ്മളിവിടെ 4 to 5 years ആയിട്ട് ഫ്രോക്കിലൊക്കെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു ബോണിങ് നെറ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിലെ നമ്മളെ ഫ്രോക്സ് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഫ്രോക്കിലൊന്നും എവിടെയും പുറത്തൊന്നും ഒരു സ്റ്റിച്ചസ് ഒന്നും കാണാറില്ല. അതുപോലെ തന്നെ ബോണിങ് നെറ്റൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്സിലൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സംഭവമാണ് കേട്ടോ, ഫ്യൂസിങ് ടാപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്യൂസിങ് ടാപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ 2-3 പ്രാവശ്യം ഇതൊക്കെ സ്റ്റിച്ചസൊക്കെ അഴിച്ചതുകൊണ്ട് എൻ്റെ ബോണിങ് നെറ്റ് ഒന്ന് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട് നന്നായിട്ട്. ഇങ്ങനെ നൂലൊക്കെ 2-3 പ്രാവശ്യം സ്റ്റിച്ചസൊക്കെ അഴിച്ചല്ലോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഫാബ്രിക്സ് നമ്മൾ റോങ് സൈഡിലാണ് ഇനിയിപ്പോൾ തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്, കണ്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്യൂസിങ് ടാപ്പ് വെച്ചിട്ട് അയൺ ചെയ്ത് സെറ്റായ ഭാഗം കാണാൻ പറ്റും. നമ്മൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ ഉള്ള ഫാബ്രിക്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ വരില്ല. ഞാൻ 2-3 പ്രാവശ്യം സ്റ്റിച്ചൊക്കെ അഴിച്ചുകൊണ്ടാണ് കേട്ടോ എനിക്ക് ആ ഒരു രീതിയിൽ അവിടെ എഡ്ജസൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയത്. അപ്പോൾ ഇതാണ് നമ്മൾ ഔട്ടർ ലുക്ക് വരുന്നത്, ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് നല്ല നീറ്റായിട്ട് പുറത്തുനിന്ന് സ്റ്റിച്ചസ് ഒന്നും കാണാതെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമ്മൾ ഫ്രോക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാവും. നിങ്ങൾ സ്റ്റിച്ചസൊക്കെ ചില ആൾക്കാർ ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ റീൽസിൽ കണ്ടിട്ടുണ്ട്. സ്റ്റിച്ച് നമ്മൾ ആ ഒരു ഫാബ്രിക്സ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പം അവിടെ സ്റ്റിച്ചസ് കാണും, നമ്മൾ ഫ്രോക്ക് കുറച്ചും കൂടെ ഇതാവും. അപ്പം ഇതാണ് നമ്മുടെ ഫ്രോക്ക്, ഉണ്ടോ. ഈ ഒരു രീതിയിലാണ് വരിക. ഫുൾ സർക്കിളിൽ വരുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ നല്ല ലുക്കിൽ കിട്ടും. സ്ട്രെയിറ്റ് കട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രഞ്ചിങ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലുള്ള ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. നമ്മൾ ഓരോ വീഡിയോസിലും കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസിലായാലും എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള ട്രിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമ്മൾ ഫ്രോക്കിൻ്റെ ആ ഒരു ഫിനിഷിങ്ങൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാകാൻ പറ്റും. ഇതുണ്ടോ, ഇപ്പം നമ്മൾ അത്രയും സൂം ചെയ്ത് നോക്കിയാലേ നമുക്ക് ആ ഒരു എന്താണ് ആ 2 എഡ്ജസിൻ്റെയും ഇത് കാണാൻ പറ്റുള്ളൂ. നോർമലി നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഫ്രോക്സൊക്കെ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ഫ്രോക്കിലൊന്നും എവിടെയും സ്റ്റിച്ചസ് ഒന്നും പുറത്ത് കാണാറില്ല. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് മേക്കിംഗ് റീൽസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഷെയർ ചെയ്യൽ. യൂട്യൂബിൽ വളരെ കുറവാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് വീഡിയോസ് ഇടോ, കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് ഇടോ, ഓരോ ഫ്രോക്കൊക്കെ എടുത്തിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്സൊക്കെ എടുത്തിട്ട് വന്നിട്ടാണ് ചോദിക്കുക, ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് എടുത്ത് തരുമോ, ഇതിന് ചെയ്ത് തരുമോ എന്നൊക്കെയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.